വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ വാക്കുകൾ ശ്രമിക്കുന്ന എല്ലാവർക്കും ഭയപ്പെടുന്നവനായ യേശുക്രിസ്തുവിന്റെ നിശ്ചലമേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ആദ്യമായി അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ലൈവ് സന്ദേശം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ടുള്ള യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 6-7 വാക്യങ്ങൾ. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്നിരുന്ന മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടിട്ട്, ഇങ്ങനെ ഏറിയ കാലമായിരുന്നു എന്നറിഞ്ഞ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ഈ വേദഭാഗം നമുക്ക് വളരെ സുപരിചിതമാകുന്ന വേദഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്നുമാണ് വായിക്കുവാനിടയായി തരുന്നത്. എൻ്റെ പ്രസംഗ വിഷയം നിരാശകളെ അതിജീവിക്കുക എന്നുള്ള വിഷയത്തെയാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ വിവരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. യോഹന്നാൻ വിവരിക്കുവാനിടയായി തീർന്നത് ദൈവപുത്രനായ യേശുവിനെ കുറിച്ചാണ്. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ കാലയളവിലെ ഒരു സംഭവമാണ് വായിക്കുവാനിടയായി തീർന്നത്. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചിരുന്ന മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ഈ ബെഥസ്ദ എന്ന കുളത്തിന്റെ പ്രത്യേകത, അതത് സമയത്ത് ഒരു ദൂതൻ വന്ന് കുളം കലക്കുവാനിടയായി തരും. അതിൽ ആദ്യമിറങ്ങുന്ന ഏത് രോഗം പിടിച്ച വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിന് വിടുതൽ ലഭിക്കുവാനിടയായി തരും. ഈ കുളത്തിന്റെ കരയിൽ അതിന്റെ മുകൾ ഭാഗത്ത് 1-2 ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് വ്യാധികൾ, കുരുടന്മാർ, ക്ഷയരോഗികൾ, കുഷ്ഠരോഗികൾ, ദീനക്കാർ, ഇങ്ങനെയുള്ള അനേക രോഗികളിൽ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ഈ കാലഘട്ടം നിരാശകളിൽ മുങ്ങിത്താണ് COVID-19 എന്ന കൊറോണ എന്നുള്ള രോഗം പിടിച്ച് നമ്മുടെ രാജ്യങ്ങളും ലോകവ്യാപകമായി നിരാശയിലാണ്, മുങ്ങിത്താന്നാണ് നിൽക്കുവാൻ കഴിയുന്നത്. അതിനെ അതിജീവിക്കുവാൻ കഴിയാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ വിശ്വാസ സമൂഹത്തെ നോക്കി ഇപ്രകാരം പറയുവാനിടയായി തീരും. നമുക്ക് അതിൽ നിന്ന് അതിജീവിക്കുവാൻ കഴിയും. എങ്ങനെ? ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അതിജീവിക്കുവാൻ കഴിയും എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയരെ, ഇവിടെ നമുക്ക് വായിക്കുവാനിടയായി തീർന്നത് 38 ആണ്ട് രോഗം പിടിച്ചിരുന്ന വ്യക്തി കുളത്തിന്റെ കരയിൽ നിരാശകളായി അതിനെ ചെയ്യുവാൻ കഴിയാതെ 38 ആണ്ട് നിരാശയിൽ കിടക്കുന്ന വ്യക്തി, ഒരു വിടുതലും പ്രാപിക്കുവാൻ കഴിയാതിരിക്കുന്ന വ്യക്തി, അവരുടെ അടുക്കിലേക്ക് കർത്താവ് വരുവാനിടയായി തീർന്നു. പ്രിയരെ, ഈ ലോക സംഭവത്തിന്റെ നടുവിൽ നമ്മെ ദൈവഭക്തരമായി സൂക്ഷിക്കുവാനിടയായി തീർന്നു. നാം നിരാശയിൽ മുങ്ങിത്താന്നായിരുന്നു പലപ്പോഴും കടന്നുപോയിരുന്നത്. പക്ഷേ നിരാശകളെ നമുക്ക് അതിജീവിക്കുവാൻ, ഓവർകം ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നു. അത് ദൈവത്തിന്റെ പ്രത്യേകമാകുന്ന അനോയിന്റഡ് പവറാണ്. ഇപ്രകാരം കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുന്നതോർക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ആ നിരാശയിൽ കിടക്കുന്ന വ്യക്തിയുടെ അടുക്കിലേക്ക് കർത്താവ് വരുവാനിടയായി തീർന്നു. കർത്താവ് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? പ്രിയരെ, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഹല്ലേലൂയ, അവൻ സാർത്ഥ ബുദ്ധിയിൽ പറഞ്ഞു, കുളം കലങ്ങുമ്പോൾ എന്നെ ഇറക്കുവാൻ ആരുമില്ല, അതുകൊണ്ട് എനിക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ള സ്വാർത്ഥത പറയുവാനിടയായി തീർന്നു. അല്ലെങ്കിൽ അവിടെ നമുക്ക് വീണ്ടും കാണുന്നുണ്ട്, അല്ലെങ്കിൽ കർത്താവ് പറയുകയാണ് അതിന്റെ 8-ാം വാക്യത്തിൽ, യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കാം എന്ന് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. അതുവരെ കിടക്കയെടുത്ത് നടക്കുവാൻ കഴിഞ്ഞില്ല, കിടക്കയിലാണ് കിടന്നിരുന്നത്. വിടുതൽ പ്രാപിച്ചപ്പോൾ ആ ജനസമൂഹം കാണെ കിടക്കയെടുത്ത് നടന്ന് വീട്ടിലേക്ക് പോകുവാനിടയായി തീർന്നു. നിരാശകളെ അതിജീവിച്ച് 38 വർഷമായി രോഗം ബാധിച്ച് വിടുതലില്ലാതെ സൗഖ്യമില്ലാതിരുന്ന വ്യക്തിയുടെ അടുക്കിലേക്ക് കർത്താവ് വന്നു. പ്രിയരെ, നാം ഏത് വിഷയത്തിന് നടുവിലാണോ ഭാരപ്പെടുന്നത്? നിരാശയിലാണോ? നമുക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ നാം അനുഭവിക്കുന്ന വിഷയത്തിന്റെ നടുവെ നോക്കി ഇപ്രകാരം പറയുകയാണ്, നിന്റെ നിരാശകളെ കാണുന്ന ഒരു ദൈവമുണ്ട്, അതിനെ ഓവർകം ചെയ്യുവാൻ കഴിയും, അത് സാധിക്കും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അതുകൊണ്ട് പ്രിയരെ, നിരാശകളെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കണം, അത് ഓവർകം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം.
നിരാശകൾ വരുമ്പോൾ നാം തകർന്നു പോകരുത്, നാം തീർന്നു എന്ന് ചിന്തിക്കരുത്. അവിടെ നമുക്കൊരു വിടുതലുണ്ട്, ഒരു സൗഖ്യമുണ്ട്, ഒരു പ്രത്യേകമാകുന്ന വിടുതലുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ ആ 38 വർഷം രോഗം പിടിച്ച് നിരാശകളായി കിടന്നിരുന്ന വ്യക്തിയെ വിടിവിച്ചതുപോലെ നമ്മയും കർത്താവ് വിടിവിക്കുവാൻ ഇടയായി തീരും. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വചനത്താൽ ഗോഡ് ബ്ലസ് യു.